ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അമൃത ഇരുന്ന് കോലിടുകയാണ് ഗൈസ്. ക്ഷീണിച്ചു എന്ന് കാണിക്കാനാണോ അമൃത വേർപ്പില്ലാത്ത വേർപ്പ് തുള്ളി തുടച്ചു കളയുന്നത്? അമൃത ചേച്ചി, ഇതാരാണ് ബാക്കി കൂടെ നടന്നു വരുന്നത്? ചക്കിമോൾ എഴുന്നേറ്റോ? ഓ ചക്കിമോളാ. അമ്മ അറിഞ്ഞിട്ടല്ലാണ് ഈ വരവ്. ഈ അമൃതയുടെ ഒരു തമാശ. അമൃത ചേച്ചിനോട് കൂടാൻ അമ്മേനോട് എന്തിനാ ചോദിക്കുന്നത്? അമ്മയ്ക്ക് അറിഞ്ഞൂടെ ചേച്ചിക്ക് ഞാൻ മാത്രമേ ഉള്ളൂന്ന്? ഇമോഷണൽ ഡാമേജ്. നമ്മുടെ സിംഗിൾസിന്റെ മുഖത്ത് അടിച്ചതുപോലെ ഡയലോഗ് അയ്യപ്പൻ വെച്ച് പറയണത്. ശരി ശരി. അമൃത ചേച്ചിക്ക് കുരിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് അമ്മയ്ക്ക് അറിയാലോ. അമൃതയുടെ മുഖത്ത് നോക്കിട്ട് അങ്ങനെ പറയാൻ തോന്നി കൊച്ചു നിനക്ക്? ചേച്ചി കണ്ടിട്ടില്ല സ്കൂളിൽ പോവുള്ളൂ. സൂര്യൻ കിഴക്കല്ലേ ഉദിക്കൂ. തെറ്റ്. സൂര്യൻ എവിടെ ഉദിക്കുന്നുവോ അതാണ് കിഴക്ക് എന്നാണ് നമ്മുടെ മമ്മൂക്ക് പറഞ്ഞിട്ടുള്ളത്. കർക്കുത്തലാണ് ഈ കൊച്ചിന്റെ മെയിൻ. അപ്പോ നമ്മുടെ അമൃത താമസിക്കുന്ന വീടാണ് നിങ്ങൾ അമൃതയുടെ ബാക്കിൽ കണ്ടത്. ഈ വീട്ടിലെ എല്ലാ പണിയും കറക്റ്റ് 4 മണിക്ക് എന്നിട്ട് നമ്മുടെ അമൃത ചെയ്തു തീർക്കും. ഇത്രയും പണി ഇത്രയും നാളെടുത്തിട്ടും അമൃതയ്ക്ക് ചായ വെക്കാനും ഇഡ്ഡലി ചൂടാനും അറിയില്ല. അവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞിട്ടില്ല. ഈ ചേച്ചിയാണ് നമ്മുടെ അമൃതയുടെ വല്യമ്മ മായാവതി. ഈ മായാവതി എന്താണ് ഇതെന്ന് നിങ്ങൾ വിചാരിക്കും. സീരിയൽ തുടങ്ങി ഒരു 17ാമത്തെ എപ്പിസോഡ് വരെ ഈ ചേച്ചിയായിരുന്നു മായാവതി. അതായത് ആദ്യത്തെ ഷെഡ്യൂളിൽ ഈ ചേച്ചിയാണ് മായാവതിയായിട്ട് അഭിനയിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ റിയൽ മായാവതി ചേച്ചി വന്നത്. അപ്പൊ എന്തായാലും ആ ചേച്ചി വരുന്നത് വരെ നമുക്ക് ഈ ചേച്ചിനെ സഹിക്കാം. ഈ സീരിയലിൽ എല്ലാവരും സൈക്കോകളാ. നമ്മുടെ അമൃത ഒരു സൈക്കോ ആണ്. ഉറങ്ങിക്കിടക്കുന്നവരെ ശല്യപ്പെടുത്തി എണീപ്പിച്ച് ചൂട് ചായ കുടിക്കാൻ പറയുക. അതേപോലെ തന്നെ അടുക്കളയിലെ പണിയൊക്കെ ഒറ്റയ്ക്ക് അങ്ങോട്ട് എടുക്കുക. എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ നിന്ന് അങ്ങോട്ട് കരയുക. മാച്ച് ഇല്ലാത്ത വളയെടുത്ത് വർഷയ്ക്ക് കൊടുക്കുക. ഇത് മാച്ചിങ് ആണോ? കറക്റ്റ് 4 മണിക്ക് എന്നിട്ട് കുളിച്ച് തലയിൽ മുല്ലപ്പൂ ചൂടി ഇങ്ങനെ നിൽക്കുക. പണിയെടുക്കാൻ പറയുമ്പോ പണിയെടുക്കാണ്ട് പടം വരച്ചോണ്ടിരുന്ന് മായാവതി ചേച്ചിയുടെ ചീത്ത കേൾക്കുക. ഇതൊക്കെയാണ് അമൃതയുടെ ഹോബികൾ. പുറത്ത് അടുപ്പ് കത്തിച്ചാലെന്താ നിന്റെ സൗന്ദര്യം അറ്റുപോവോ? മായാവതി അതിനും വലിയ സൈക്കോ. സ്വർണം വാങ്ങാൻ വെച്ചിരുന്ന കാശെടുത്ത ഗ്യാസ് വാങ്ങിയത്. സ്വർണം വാങ്ങാനുള്ള പൈസ എടുത്ത് ഗ്യാസ് വാങ്ങിച്ച. എടേ ഗ്യാസിനൊക്കെ ഇത്ര വില എടേ. ഇപ്പൊ ഒരു 1200 1250 ആ റേഞ്ചിലല്ലേ ഗ്യാസ് വരുന്നത്. ഇവര് അന്ന് 10 കൊല്ലം മുമ്പ് ഇത്ര വിലയാ. ജോഗിങ്ങിന് പോയിട്ട് ഏതോ ആന്റീനെ വായി നോക്കി നിൽക്കായിരുന്നു. ഒരു തരി വേർത്തിട്ടില്ല ഇയാള്. അപ്പൊ ഇയാളാണ് നമ്മുടെ അമൃതയുടെ വല്യച്ഛൻ. ഇയാളുടെ അനിയന്റെ മകളാണ് അമൃത. അനിയനും ഭാര്യയും മരിച്ചുപോയി. അങ്ങനെയാണ് അമൃത ഈ വീട്ടിലെത്തിയത്. വെളുപ്പിന് 4 മണിക്ക് തുടങ്ങുന്ന നിന്റെ കഷ്ടപ്പാടാ. യോ ഇയാൾ അടുത്ത നന്മ മരം. വർഷം കൂടി ചെയ്തു തീർക്കേണ്ട ജോലിയായത്. ഓ ഇയാൾക്ക് കൂടെ ചെയ്തൂടെ? അമ്മയും മകളും സൂഹിക്കുക. അമ്മയും മോള് സുഖിക്കാന്ന് ഇയാള് സുഖിക്കല്ലേ കള്ളപ്പന്നി. മോള് ചായ കുടിച്ചോ? അയ്യോ ചായ കഴിഞ്ഞു. ലാസ്റ്റ് ആ പാത്രത്തിൽ ഉണ്ടായത് ഊറ്റി ഒഴിച്ചിട്ടാണ് നിങ്ങക്ക് കൊണ്ടുവന്നത്. ഇതിലെപ്പോഴും നനവാണല്ലോ. നമ്മുടെ പാവം അമൃതമോളെ ഈ വർഷം മായാവതിയും ചേർന്ന് ഉപദ്രവിക്കുക. നമ്മുടെ നന്മമാരായ വല്യച്ഛൻ അകത്തു നിന്ന് ഇതൊക്കെ കണ്ടിരുന്ന് വിഷമിക്കും. ഇതോടെ കളയൊന്നും വേണ്ട. 2 ഇഡ്ഡലിയും കൂടി ഇതിനകത്തിട്ട് നീ തിന്നോ. സാധനങ്ങൾക്കൊക്കെ മുടിഞ്ഞ വിലയാ ഇപ്പൊ. പക്ഷെ നമ്മുടെ അമൃതയ്ക്ക് ഈ മുല്ലപ്പൂ വാങ്ങാനുള്ള പൈസ ആര് കൊടുത്തടേ? അമൃതേച്ചി മോളെത്തിയോ? ആ ഈ സീരിയലിലെ കുട്ടി സൈക്കോ എത്തി. അമൃതേച്ചി എനിക്ക് തരാന്ന് പറഞ്ഞ പടം എവിടെ? പടാല നേരം ഒന്നും പറയണില്ല. തന്ന എന്ത് തരും? ഞാനൊരു ഉമ്മ തരാം. പക്ഷേ ഉമ്മയാ. ഹായ് രാജകുമാരൻ. പണിയെടുക്കാൻ ടൈമില്ലേലും പടം വരയ്ക്കാൻ കുറെ സമയമുണ്ട് നമ്മുടെ അമൃതയ്ക്ക്. ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു വലിയ ഹോട്ടലിൽ ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഇങ്ങനെ നിൽക്കുകയാണ് ദേശായി ഫാമിലിനെ പൊക്കി പറഞ്ഞുകൊണ്ട്. അപ്പൊ ദേശായി ഫാമിലി ഭയങ്കര സെറ്റപ്പാണ്. ഇവർ കർണാടകയിൽ നിന്നും നമ്മുടെ കേരളത്തിൽ വന്ന് ബിസിനസ് ചെയ്യുന്ന ഒരു സാധാ കുടുംബമാണ് ദേശായി ഫാമിലി, റിച്ച് കുടുംബം. പക്ഷേ ഈ ദേശായി ഫാമിലി എന്ത് ബിസിനസ് ആണ് ചെയ്യണേന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയാൻ പാടില്ല. ഓഫീസിൽ പോണേ കാണാം, തിരിച്ചു വരണേ കാണാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര സെറ്റപ്പാട്ടാ. ബെൻസിലൊക്കെ വരവ്. ഊർമിളാദേവിയുടെ എൻട്രി. കണ്ണിൽ എന്നിട്ട് വെച്ചേണേ വെൽഡിങ്ങിന്റെ ഷീൽഡാ. എന്തുവാണ് ഇത്? റോൾഡ് ഗോൾഡ് കമ്പനിയാ. വലിയ പൈസക്കാരാ. റോൾഡ് ഗോൾഡ് ഇട്ടാ നടക്കൂ. ഊർമിളാദേവിയാണ് ഈ സീരിയലിലെ മെയിൻ സൈക്കോ. ഊർമിളാദേവി ബി ലൈക്ക് എന്റെ ഫോട്ടോ എടുക്കാണോ? എടുത്തോ. ബിസിനസിനെ കുറിച്ചോ ക്രിക്കറ്റിനെ കുറിച്ചോ ഒന്നുമല്ല, എന്റെ മകനെ കുറിച്ചാണ്. റിപ്പോർട്ടേഴ്സ് ബി ലൈക്ക് ആ ഊളേനെ പറ്റി എന്തിനാണ് ഞങ്ങളോട് പറയണേ? An emergency call from Delhi.
ഊർമിള ചേച്ചി പ്രസ് മീറ്റ് വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അപ്പുറത്ത് നിൽക്കണ പി എ പറയും, മാഡം ഡൽഹിയിൽ നിന്ന് ഒരു ഇമ്പോർട്ടന്റ് കോള്. ഊർമിള, ഈ കമ്പനി മൾട്ടിനാഷണൽ കമ്പനി ആയിട്ട് ഉയരാൻ എന്താ കാരണം? ചേട്ടൻ ചമ്മി, അയാൾ നിക്കണോക്ക്. അപ്പോ പറഞ്ഞു വന്നത് അതെ, അർജുൻ. എന്റെ പൊന്നോ, ഈ അർജുൻ ഇവിടെയും വന്ന ബിഗ് ബോസിൽ ചെന്നാ അവിടെ, ഇൻസ്റ്റാഗ്രാമിൽ ചെന്നാ അവിടെ, ഇപ്പൊ ചന്ദനമഴയിൽ വന്നപ്പോ ഇവിടെ. ഇവൻ എനിക്ക് ഇവിടെ സ്വൈര്യം തരൂല. അർജുൻ അല്ലേ? പിന്നെ ഏത് അർജുൻ? അമൃതയുടെ ഹസ്ബൻഡ്. ഓ, ലവൻ, എക്സ്പ്രഷൻ ഇല്ലാത്തവൻ. ആ വാഴ. ഏത് കോർപ്പറേറ്റിൽ നിന്നായിരിക്കും വധു? അപ്പൊ ഊർമിളാദേവി അർജുന്റെ കല്യാണ കാര്യം പറഞ്ഞപ്പോ റിപ്പോർട്ടേഴ്സ് ചോദിച്ചു, മേഡം എവിടുന്ന പെണ്ണ്? ആ, ഇത്രേ അറിഞ്ഞാ മതി. അതൊന്നും ഞാൻ പറയില്ല. അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യം. പിന്നെ ഞങ്ങൾ എന്തിനാടി തള്ള വിളിച്ചു വരുത്തിയേ? റിപ്പോർട്ടേഴ്സ് ബി ലൈക്ക്, ഇതെന്ത് മലജി? പിന്നെന്തിനാ ഇവര് പ്രസ് മീറ്റ് വിളിച്ചു വരുത്തി? ഇവര് വിളിക്കുമ്പോഴേക്കും ഓടി വരാൻ കുറെ പ്രസ്സുകാർ. ഇതുപോലൊരു രാജകുമാരൻ വരും. ചേച്ചിക്ക് നാണം വന്നു. അവന് നാണക്കാരി വന്നു. വർഷ ഇന്ദിരയ്ക്കുള്ള ഒരു ന്യൂനപക്ഷമല്ലേ ദേശായിമാരെ കേരളത്തിലുള്ളൂ. നമ്മുടെ വർഷയും ദേശായി ഫാമിലി ഒക്കെ തന്നെയാണ്. പക്ഷെ ഇവര് പാവപ്പെട്ട ദേശായി ഫാമിലി, അവര് പൈസക്കാരായ ദേശായി ഫാമിലി. ഞങ്ങളൊക്കെ ദേശായിമാരില്ലേ, വെരി പുവർ ഫാമിലിയാ. അപ്പൊ വർഷയുടെ കൂട്ടുകാരി പറയും, വർഷേ നിനക്ക് ആലോചിച്ചൂടെ ദേശായി ഫാമിലിന്ന്? ഇപ്പൊ വർഷ പറയും, പിന്നെ ഞങ്ങളെയൊക്കെ കെട്ടാൻ പോവല്ലേ, അവൻ വല്ല പൈസക്കാരനെയൊക്കെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് വർഷ അവരെ പുച്ഛിച്ചു പോകും. അപ്പൊ ആ പെണ്ണ് പറയും, ഞാനെങ്ങനെ ആളെ കെട്ടിയെങ്കിൽ ഞാൻ ചന്ദ്രനിൽ പോയി ഹണിമൂൺ നടത്തിയെന്ന്. എടീ, ചന്ദ്രനില് ഇങ്ങനെ പറന്ന് നടക്കുകയല്ലേ, അവിടെ പോയിട്ട് എന്തോന്ന് ഹണിമൂൺ? എനിക്കാണോ ലോട്ടറി അടിക്കുന്നെങ്കിൽ ചൊവ്വയിലോ ചന്ദ്രനിലോ ഹണിമൂണിന് കൊണ്ടുപോകാൻ ഞാൻ പറയും. നിങ്ങളതൊന്ന് സങ്കല്പിച്ചു നോക്കി, അങ്ങനെ നടക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കവിയാണ് നമ്മുടെ ഊർമിള ദേവിയുടെ ഭക്കണാവ്. ചെമ്പകത്തിപ്പൂ തലയിൽ വച്ചവൾ. കവിത പാടി വെറുപ്പിക്കലാണ് ഈ സീരിയൽ മൊത്തം ഇയാളുടെ പണി. ഇയാൾക്ക് വേറൊരു പണിയില്ല. ദേ നമ്മുടെ യമുന റാണി ചേച്ചി മുന്നിലാകാരുന്നില്ലേ? അവളാണല്ലോ ഇവിടുത്തെ ദേവി. ഇവരുടെ അമ്മയാണ് ഈ ചേച്ചി. തള്ളക്ക് ഊർമിള ദേവിന് ഇഷ്ടമല്ല. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും അമ്മേ. മറിച്ച് നമ്മുടെ യമുന റാണി ചേച്ചി ആണെങ്കിലോ ക്ഷമയുടെ നിറുകുടമാണ്. അതായത് അമൃതയുടെ ഒരു ലൈറ്റ് വെർഷൻ. നിനക്ക് വല്ല ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിരുന്ന് കവിത ചൊല്ലിക്കൂടെ? അതെന്തിനാമേ? രോഗികൾക്ക് അനസ്തേഷ്യ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് ശരി. അഹങ്കാരം അല്ലാതെ എന്ത്? കൗണ്ടർ പോയിന്റിലെ ചർച്ച വരെ അർജുന്റെ വിവാഹ വിഷയമാണ്. ഈശ്വര, ഇത്രയ്ക്ക് ഗതികിട്ട ചാനലാ. പ്രൈം ടൈം ന്യൂസ് ഒക്കെ കൊടുക്കണം. ആ ഷൊണ്ണയുടെ കല്യാണം. അർജുൻ നിന്റെ മാത്രം മകനല്ല, എന്റെ മോനാണ്. എന്റെ ചാരിത്രത്തിൽ നിങ്ങൾക്ക് സംശയമില്ല. താങ്ക്സ്. അവര് ഈ കുടുംബത്തിന്റെ പൊതു സ്വത്താണ്. പൊതു സ്വത്താടേ. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വർഷേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമൃത കോളേജിൽ ചെല്ലും. അമൃതയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളം അറിയില്ല. അമൃത അവിടെ ചെന്ന് നിൽക്കുമ്പോ വർഷ അമൃതേനെ അപമാനിച്ച് ഇറക്കി വിടും. ഇറങ്ങി പോടി, ഇവളെന്റെ വീട്ടിലെ വേലക്കാരിയാ എന്നൊക്കെ പറയും. അമൃത നിന്ന് കരയും. അമൃതയ്ക്ക് വേറെ ഒന്നും അറിയില്ല. വീട്ടിലെ വേലക്കാരിയാ. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ വർഷയുടെ കൂട്ടുകാരി ലഡുവും കൊണ്ട് വർഷയുടെ അടുത്തേക്ക് വരും. എന്തിനാ ലഡു കൊണ്ടെന്നേ? നമ്മുടെ അർജുന്റെ പ്രപ്പോസല് കൂട്ടുകാരിക്ക് വന്നു. ദേവിയുടെ മകൻ അർജുൻ. ഇത് കേട്ട മായാവതിക്കും വർഷയ്ക്കും സഹിക്കാൻ പറ്റുമോ? പക്ഷെ ആരെ പ്രപ്പോസൽ കൊണ്ടുവന്നേ? ഇയാളാണ് കൊണ്ടുവന്നേ. രാമസ്വാമി, നമ്മുടെ സ്വാമി. മഹാഗണി ദോഷം, പേര് തരക്കേടില്ല. നമ്മുടെ മായാവതിയുടെ പാർട്ട്ണർ ഇൻ ക്രൈം ആണ് ആശാൻ. ഏകദേശം ഒരു നാരദന്റെ ക്യാരക്ടർ പോലെയാണ് പുള്ളിയുടെ ക്യാരക്ടർ.